അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഷ്കാത്ത് എന്ന കിതാബിലെ കിതാബുർ റഖാഖ് റിഖാഖ് എന്ന അധ്യായം അതിന്റെ ദർസിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിഷ്കാത്ത് എന്ന കിതാബ് പള്ളി ദർസുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കിതാബാണ്. സമസ്തയുടെ കീഴിലുള്ള SNSC സ്ഥാപനങ്ങളിൽ 5ാം ക്ലാസ്സുകാർക്ക് തുടങ്ങുന്ന ഭാഗമാണ് കിതാബ് റിഖാഖ്. അതുപോലെ മറ്റ് കോളേജുകളിലും ഈ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും അതിന് പുറമെ സാധാരണക്കാരായ ആളുകൾക്കും കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കിതാബ് റിഖാഖ്. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ പിന്നീട് വരുന്നത്. മിഷ്കാത്ത് എന്ന കിതാബിലെ കിതാബ് റിഖാഖ് എന്നത് മുതൽ അതിന്റെ ഒന്നാമത്തെ ഫസ്ലിൽ വന്ന ഹദീസുകളിൽ നിന്ന് 4 ഹദീസുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം പഠിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റിഖാഖ് എന്ന് പറഞ്ഞാൽ റിഖത്ത്, അതിന്റെ ജമ്മാണ്, ബഹുവചനമാണ് റിഖാഖ്. ഹൃദയത്തിന് ഒരു മയമുണ്ടാക്കുന്ന ഹദീസുകളാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബാബിന് അങ്ങനെ പേരിടാൻ കാരണം. റിഖത്ത് എന്നാൽ ഒരു മയം എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്ഹഹത്തു വൽ ഫറാഗ്. കിതാബ് റിഖാഖ് എന്ന കിതാബിലെ 1ാം ഫസ്ലിലെ ആദ്യത്തെ ഹദീസ് ഇതാണ്. നിഅമത്താനി, 2 അനുഗ്രഹങ്ങളാകുന്നത്, മഗ്ബൂനും ഫീഹിമാ, അത് രണ്ടിലും വഞ്ചിതരാണ്, വഞ്ചിക്കപ്പെടുന്നവരാണ്, കസീറും മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും അതിൽ വഞ്ചിതരാവുകയാണ്. അത് അസ്ഹഹത്തു, ഒന്ന് ആരോഗ്യമാണ്, രോഗമില്ലാത്ത ഘട്ടം. 2 വൽ ഫറാഗ്, ഹൃദയം മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ട് മറ്റ് ചിന്തകളും പ്രയാസങ്ങളും അനുഭവിക്കാത്ത ഹൃദയത്തിന് നല്ലൊരു ഒഴിവുള്ള ഹൃദയത്തിന്റെ ഒഴിവ് സമയം. അപ്പൊ സിഹത്ത് എന്ന് പറഞ്ഞാൽ സിഹത്തുൽ ബദനി വൽ ഖുവ്വത്തുൽ കസ്ബിയ, ശരീരത്തിനുള്ള ആരോഗ്യം അഥവാ രോഗമില്ലാതിരിക്കൽ, അതോട് കൂടെ വൽ ഖുവ്വത്തുൽ കസ്ബിയ, ജോലി ചെയ്യാനുള്ള ശക്തിയും ഉണ്ടായിരിക്കുക. അതേ പ്രകാരം ഫറാഗ് എന്ന് പറഞ്ഞാൽ ഫറാഉൽ ഖാത്തിരി ബി ഉസൂലിൽ അംനി, ഒരു നിർഭയത്വം ഉണ്ടായിക്കൊണ്ട് ഹൃദയത്തിന് നല്ലൊരു നിർഭയത്വം ഉണ്ടായിരിക്കുക. ഈ 2 അനുഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ്. ഈ 2 അനുഗ്രഹങ്ങളിൽ ആഖിറത്തിലേക്ക് വേണ്ട അമലുകൾ ചെയ്യാത്തവർ അവരുടെ ജീവിതത്തിനെ വെറുതെ നഷ്ടപ്പെടുത്തിയതിന്റെ മേലിൽ അവർ ഖേദിക്കും. അങ്ങനെ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയില്ല, അവന് ആരോഗ്യം അഥവാ രോഗമില്ലാതെയാവണം, അപ്പോഴാണ് അവനക്ക് ആരാധന ചെയ്യാൻ സാധിക്കുക. ചില ആളുകൾ ആരോഗ്യവാനായിരിക്കും, അഥവാ രോഗമുണ്ടാവുകയില്ല, പക്ഷേ അവൻ മറ്റ് ചിന്തകളിലേക്ക് അവന്റെ ഹൃദയം പോകും, ഐശ്വര്യവാനാവുകയില്ല. എന്ത് ഭക്ഷണം എങ്ങനെ കുട്ടികൾക്ക് നൽകും,
ഭാര്യക്ക് എങ്ങനെ ഭക്ഷണം നൽകും, ഞാൻ അടുത്ത നേരം എന്ത് ഭക്ഷിക്കും എന്നതിനെ സംബന്ധിച്ചെങ്കിലും ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ ചിന്ത ഒഴിവായിക്കൊണ്ട് നിൽക്കുന്ന സമയം വളരെയധികം കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യം ഒരാൾക്കുണ്ടായിട്ട്, അഥവാ ആരോഗ്യമുണ്ട്, രോഗങ്ങളൊന്നുമില്ല, നല്ല ഒരു സന്ദർഭമാണ്, ആഫിയത്ത്. അതോടുകൂടെ അവൻ ഐശ്വര്യവാനാണ്. അവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ അവന് മാനസികമായ പ്രയാസമില്ല. മനസ്സ് നല്ല സന്തുഷ്ടത ഉള്ള ഒഴിഞ്ഞ സമയം. ഈ രണ്ട് അനുഗ്രഹവും കിട്ടിയിട്ടും അള്ളാഹുവിനുള്ള ആരാധനയെ തൊട്ട് അലസനായവനാണ് മഹബൂന് എന്ന് ഇവിടെ ഹദീസിൽ പറഞ്ഞത്, വഞ്ചിതൻ എന്ന് പണ്ഡിതന്മാര് വിവരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് അനിൽ മുസ്തൗരിദ് ബിൻ സദ്ദാദ് ഖാല, മുസ്തൗരിദ് ബിൻ സദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു, യഖൂലു പറയുന്നതായി, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ദുന്യാവിന്റെയും ആ ദുന്യാവിലുള്ള അനുഗ്രഹങ്ങളുടെയും ആ ദുന്യാവിൽ താമസിക്കുന്ന കാലത്തിന്റെയും ഉദാഹരണമല്ല ഫിൽ ആഖിറത്തി, ആഖിറം കൊള്ള ചേർത്തി നോക്കുമ്പോൾ ആഖിറത്തിലുള്ള ജീവിതകാലവും അതിലെ അനുഗ്രഹം കൊള്ള ചേർത്തി നോക്കുമ്പോൾ ഇല്ല നിങ്ങളിൽ നിന്നൊരാൾ അവന്റെ കൈ സമുദ്രത്തിലേക്ക് ഇട്ടുകൊണ്ട് മേൽപോട്ട് പൊക്കി നോക്കിയാൽ വിരലിന്റെ തലയിലുള്ള അത്രയല്ലാതെ മറ്റൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അധികരിച്ച വെള്ളത്തിലേക്ക് കൈയിന്റെ വിരൽ മുക്കിക്കൊണ്ടത് ഉയർത്തിപ്പിടിച്ചാൽ അതിന്റെ തലയിൽ എത്രമാത്രം വെള്ളമാണോ ഉള്ളത്, ആ സമുദ്രത്തിൽ എത്ര വെള്ളമുണ്ട്. ഇതുപോലെയാണ് ഐഹികമായ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളും ഇവിടുത്തെ ജീവിതകാലവും, ആഖിറത്തിലുള്ള അനുഗ്രഹങ്ങളും അവിടുത്തെ ജീവിതകാലവും എന്നാണ് രണ്ടാമത്തെ ഹദീസിൽ പറയുന്നത്. 3. وعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم مر بجدي نسك ميت قال أيكم هذا له بدرهم فقالوا ما نحب أن له لنا بشيء قال فوالله للدنيا أهون على الله من هذا عليكم رواه مسلم. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ ബിജദിൻ, ഒരു സാധാരണ നമ്മളുടെ നാട്ടിൽ കാണുന്ന ഒരു ആടിന്റെ കുട്ടിയുടെ അരികിലൂടെ നടന്നുപോയി. അസക്ക, ചെറിയ ചെവി, മയ്യിത്തിൻ, ജീവൻ നഷ്ടപ്പെട്ട ചെറിയ ചെവിയുള്ള ഒരു കോലാടിന്റെ കുട്ടിയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ബിജദീൻ, ഒരു കോലാടിന്റെ കുട്ടിയുടെ അരികിലൂടെ, അസക്ക, ചെവി ചെറുതായ, മയ്യിത്തിൻ, ജീവനില്ലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും ഹാദാ ലഹു ബിദുർഹമിൻ, ഈ ജീവനില്ലാത്ത ആടുംകുട്ടിയുടെ ശവം ഒരു ദിർഹമിന് ആർക്കാണ് ആവശ്യമുള്ളത്? വഖാലു, സഹാബാക്കൾ പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ, ഒരു വസ്തുവിനും പകരമായി ഞങ്ങൾക്കത് വേണ്ട. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി, എന്നാൽ അല്ലാഹുവിനെ തന്നെ സത്യം, ദുന്യാവ് അഹ്വനു അലല്ലാഹ്, അല്ലാഹുവിന്റെ അരികെ നിസാരമാണ്, മിൻ ഹാദാ, ഈ ജീവനില്ലാത്ത ആടുംകുട്ടിയേക്കാൾ, അലൈക്കും, നിങ്ങളുടെ അരികെ ഈ ആടുംകുട്ടിക്കുള്ളതിനേക്കാൾ നിസാരമാണ് ദുന്യാവ് അല്ലാഹുവിന്റെ അരികെ എന്നാണ് ആ ഹദീസിൽ രേഖപ്പെടുത്തുന്നത്. 3-ാമത്തെ ഹദീസാണ്.
ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദർസിന്റെ ഒന്നാമത്തെ ഭാഗം നിർത്തുകയും. وعن أبي هريرة رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദന قال അവർ പറയുന്നു قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. അദ്ദുനിയാ ദുനിയാ സിജ്നുൽ മുഅ്മിനി, ആ ദുനിയാവിൽ അവനിക്ക് വേണ്ടി ആഖിറത്തിൽ ഒരുക്കി വെച്ചതിലേക്ക് നോക്കുമ്പോൾ ദുനിയാവ് മുഅ്മിനായ മനുഷ്യന് ഒരു ജയിൽ പോലെയാണ്. അവനിക്ക് ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും പ്രതിഫലത്തിലേക്കും ചേർത്തി നോക്കുമ്പോൾ ഒരു ജയില് പോലെ. വജന്നത്തുൽ കാഫിരി, കാഫിറായ അവിശ്വാസിയായ ഒരു മനുഷ്യൻ അവനിക്ക് ആഖിറത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശിക്ഷയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു സ്വർഗം പോലെയാണ് അവനിക്ക്. അപ്പൊ ഹദീസിന്റെ അർത്ഥം എന്താ? അദ്ദുനിയ, ഈ ഐഹിക ലോകം, സിജ്നുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ജയിലാണ്. വജന്നത്തുൽ കാഫിരി, കാഫിറിന്റെ സ്വർഗവുമാണ്. ഈ ഹദീസുകളൊക്കെയും കേട്ട് മനസ്സിലാക്കി പല തവണ കേട്ടു നോക്കിയാൽ സാധാരണക്കാരായ ആളുകൾക്കും അതുപോലെ കോളേജുകളിലൊക്കെ ഈ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്ക് അടക്കമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് കേട്ട് മനസ്സിലാക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.